നിശബ്ദനായ ക്യാൻസർ എന്ന് വിളിക്കപ്പെടുന്ന യൂറോളജിക്കൽ ക്യാൻസർ ഏതാണെന്നറിയാവോ? ഉത്തരം പ്രോസ്റ്റേറ്റ് ക്യാൻസറാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ മറ്റ് അവയവങ്ങളിൽ ഉണ്ടാകുന്ന ക്യാൻസർ പോലെ തുടക്കത്തിലേ അത് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഒരു ലക്ഷണവും ഈ ക്യാൻസറിന് ഇല്ല എന്നതാണ്. ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാൻസർ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ വരുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഉദാഹരണത്തിന് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഒരു ആപ്പിൾ ആണെന്ന് വിചാരിക്കുക. ഇതുപോലെയാണ് ഈ ഗ്രന്ഥിയെങ്കിൽ നമ്മുടെ മൂത്രക്കുഴലിൽ കടന്നു പോകുന്നത് ഈ ഗ്രന്ഥിയുടെ നടുഭാഗത്തിലൂടെയാണ്, ഇതിൻ്റെ സെൻട്രലിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ക്യാൻസർ വരുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ഏറ്റവും പുറമേ, അതായത് ഈ തൊലിയോടനുബന്ധിച്ചിട്ടുള്ള പെരിഫറൽ സോൺ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്യാൻസർ മുഴകൾ ഇവിടെ ഉണ്ടായി എത്ര തന്നെ വലുതായാലും ഇത് മൂത്രക്കുഴലിൻ്റെ ഭാഗത്തേക്ക് എത്തുകയോ അതുകൊണ്ട് മൂത്രം ഒഴിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ, മൂത്രത്തിൽ ചോര കാണുക തുടങ്ങിയ ലക്ഷണങ്ങളൊന്നും തന്നെ ആദ്യ സ്റ്റേജുകളിൽ ഈ ക്യാൻസർ കാണിക്കുന്നില്ല. മാത്രവുമല്ല പുറം വേദന, ഇടുപ്പ് വേദന തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ കാണിക്കുമ്പോഴേക്കും മിക്കവാറും പ്രോസ്റ്റേറ്റ് ക്യാൻസർ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ എത്താറായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ പിന്നെ ഈ ക്യാൻസർ തുടക്കത്തിലേ തന്നെ അറിയാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഉണ്ട്. വളരെ സിമ്പിളായൊരു ബ്ലഡ് ടെസ്റ്റിലൂടെ നമുക്കിത് അറിയാൻ സാധിക്കും. PSA എന്ന ബ്ലഡ് ടെസ്റ്റ്. വേറെ ഒരു വഴിയും നമുക്കിപ്പോൾ നിലവിലില്ല. അപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ 50 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരാണെങ്കിൽ ഒരു യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത ശേഷം ഈ ഒരു ബ്ലഡ് ടെസ്റ്റ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യുന്നത് ഈ ക്യാൻസർ വളരെ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ വളരെ സഹായിക്കും. ഇതിൽ PSAയുടെ അളവ് കൂടുതലാണെങ്കിൽ ഇത് ക്യാൻസർ ആണോ അല്ലയോ എന്ന് ഉറപ്പിക്കാനുള്ള മറ്റു മാർഗങ്ങൾ തുടർന്ന് സ്വീകരിക്കുന്നതായിരിക്കും. വലിയ വിലയൊന്നുമില്ലാത്ത ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തുടക്കത്തിലെ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ കണ്ടുപിടിക്കാനും അതുകൊണ്ട് തന്നെ അതിൻ്റെ തുടർന്നുള്ള ചികിത്സ എളുപ്പമാക്കാനും സഹായിക്കും. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ക്യാൻസർ ചികിത്സയുടെ സക്സസ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതിന് അത് എത്ര നേരത്തെ കണ്ടുപിടിച്ചു എന്നതിലാണല്ലോ. അപ്പോൾ എങ്ങനെയാണ്, ഇപ്പം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും 50 വയസ്സിന് മേലെയുള്ള പുരുഷന്മാരാണെങ്കിൽ ഈ PSA ബ്ലഡ് ടെസ്റ്റ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഈ വിലപ്പെട്ട ഇൻഫർമേഷൻ അവർക്കെല്ലാം ഷെയർ ചെയ്യുന്നതിൽ ശ്രദ്ധിക്കുക.